السلام عليكم ورحمة الله وبركاته. الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد آتيناك سبعا من المثاني والقرآن العظيم. صدق الله العظيم. قال النبي صلى الله عليه وسلم: الحمد لله رب العالمين، هي سبع المثاني والقرآن العظيم الذي أوتيته. ഏറ്റവും സ്നേഹാദരവുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നാം നമ്മുടെ നമസ്കാരങ്ങളിലും മറ്റും എപ്പോഴും പാരായണം ചെയ്യുന്ന ഒരു സൂറയാണല്ലോ സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വങ്ങൾ നിങ്ങൾ പലപ്പോഴായി കേട്ടിട്ടുണ്ടാകും. എന്നാൽ ഈ സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് ഒന്ന് രണ്ട് വിശദീകരണങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സൂറത്തുൽ ആദ്യമായി പറഞ്ഞാൽ ഈ സൂറത്ത് മക്കിയാണ്, മക്കയിൽ ഇറക്കപ്പെട്ടത്, അവതരിക്കപ്പെട്ടതാണ്. അല്ല, റസൂലുള്ളാഹി മദീനയിൽ അവതരിപ്പിക്കപ്പെട്ടതാണെന്ന് അഭിപ്രായ വ്യത്യാസം. ഏതായാലും ഈ ഫാത്തിഹ സൂറത്തിന്റെ പേരാണ് ഫാത്തിഹത്തുൽ കിതാബ്. ഫതഹ എന്ന പദത്തിൽ നിന്ന് വന്ന ഫതഹ, ഫാത്തിഹ അഥവാ ആരംഭിച്ചു, തുടക്കം കുറിച്ചു. പരിശുദ്ധ ഖുർആനിന്റെ തുടക്കത്തിൽ നാം പാരായണം ചെയ്യുന്ന തുടക്കത്തിലുള്ള സൂറയാണല്ലോ സൂറത്തുൽ ഫാത്തിഹ. അതുകൊണ്ടും ഏതൊരു ഗ്രന്ഥങ്ങളിലും മുസ്ഹഫിൽ എഴുതുമ്പോൾ ആദ്യം എഴുതുക സൂറത്തുൽ ഫാത്തിഹയായിരിക്കും. അതുകൊണ്ടുമാണ് ഇതിന്റെ പേര് ഫാത്തിഹത്തുൽ കിതാബ്. അല്ലാതെ ആദ്യം ഇറങ്ങിയ ആയത്ത് സൂറത്തുൽ ഫാത്തിഹ അല്ല. അതേപോലെ തന്നെ ഇതിന്റെ മറ്റൊരു പേരാണ് ഉമ്മുൽ ഖുർആൻ. ഉമ്മുൽ ഖുർആൻ എന്ന പേരുണ്ട് ഇതിന്. ഉമ്മുൽ ഖുർആൻ, ഖുർആനിന്റെ മാതാവ്, ഖുർആനിന്റെ മാതാവ്. മറ്റൊരു പേരാണ് ശിഫാ, ശിഫാ, ശിഫാഉൻ മിൻ കുല്ലി ദാ. ഈ ഫാത്തിഹ കൊണ്ട് എല്ലാ രോഗത്തിൽ നിന്നുള്ള ശമനമാണ്, ശമനമുണ്ട്. ശിഫാ എന്ന പേര്. മറ്റ് സ്വലാത്ത്, വാഖിയ, ഹംദ്. മറ്റൊരു പേരാണ് സബഉൽ മസാനി. വളരെ പ്രധാനപ്പെട്ട ഖുർആനിൽ അല്ലാഹു തന്നെ പറഞ്ഞു, വമാ അർസൽനാക. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയെ, നിങ്ങൾക്ക് നാം പരിശുദ്ധ ഖുർആനും വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി വൽ ഖുർആനുൽ അദീം. നബിയെ, നിങ്ങൾക്ക് നാം പരിശുദ്ധ ഖുർആനും സബ്ഉൽ മസാനിയും ഇറക്കി തന്നില്ലേ. എന്താണ് ഈ സബ്ഉൽ മസാനി? മുഫസ്സിരീങ്ങൾ പറയുന്നു, അത് ഫാത്തിഹയെ കുറിച്ചാണ്. സബ്ഉൽ മസാനി എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം മനസ്സിലാക്കേണ്ടതുണ്ട് സബ്ഉൽ മസാനി. മുഫസ്സിരീങ്ങൾ പറയുന്നു, സബ്ഉ എന്ന് പറഞ്ഞാൽ 7 ആണല്ലോ, 7 ആയത്തുകൾ ഉൾക്കൊണ്ടതാണല്ലോ ഫാത്തിഹ. ബിസ്മി അടക്കം 7 ആയത്തുകൾ ഉൾക്കൊണ്ടതാണല്ലോ ഫാത്തിഹ. അങ്ങനെ സബ്ഉൽ മസാനി എന്ന് പറഞ്ഞാൽ, മസാനി എന്ന് പറഞ്ഞാൽ എല്ലാ റക്അത്തിലും, നിസ്കാരത്തിന്റെ എല്ലാ റക്അത്തിലും ആവർത്തിച്ച് ഓതുന്ന സൂറയാണല്ലോ ഫാത്തിഹ. അതാണ് സബ്ഉൽ മസാനി. അതാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, നബിയേ, ഖുർആനും സബ്ഉൽ മസാനി അഥവാ ഫാത്തിഹ ഇറക്കി തന്നില്ലേ. അപ്പോൾ തന്നെ ഫാത്തിഹയുടെ മഹത്വം മനസ്സിലാക്കുക. ഖുർആൻ എന്ന് പറഞ്ഞ ഉടനെ തന്നെ അല്ലാഹു സബ്ഉൽ മസാനി എന്ന് പറഞ്ഞു, അപ്പുറം തന്നെ അല്ലാഹു പറയുന്നു ഖുർആനും ഇറക്കി തന്നില്ലേ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം മനസ്സിലാക്കേണ്ടതുണ്ട്, ഫാത്തിഹ എന്ന് പറഞ്ഞാൽ വളരെ പൗരുഷമാക്കപ്പെട്ട ഒരു സൂറയാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു സൂറയാണ്.
നബി തങ്ങൾ ഹദീസിലൂടെ തന്നെ പറഞ്ഞില്ലേ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ യ സബഉൽ മസാനി വൽ ഖുർആനുൽ അദീം അല്ലദീ ഉതീതു. ആണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന സൂറത്ത് അഥവാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുകൊണ്ട് ആരംഭിക്കുന്നതാണ് സൂറത്തുൽ ഫാത്തിഹ. അത് യ സബഉൽ മസാനി والقرآن العظيم الذي أوتيته. എനിക്ക് ലഭിച്ച ഖുർആനാണ്, എനിക്ക് കിട്ടിയ ഖുർആനാണ് ഖുർആൻ അലീം الذي أوتيته. അവിടെ പല ഹദീസ് പല ചർച്ചകളും വരാനുണ്ട്, മുഫസ്സിരീങ്ങളുടെ അഖ്വാലുകൾ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് എപ്പിസോഡിൽ അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.